വിഷമായി. എന്തേലൊക്കെ തടസ്സം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണും? നല്ലതിനാണ് ഈ തടസ്സം വന്നിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇതിപ്പോ കിട്ടിയ ഒന്നെങ്കിൽ ഞാൻ നശിപ്പിക്കും, നഷ്ടപ്പെടുത്തും, അതുകൊണ്ട് ഇപ്പൊ കിട്ടാത്തത്. ഇല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ വലിയ ആപത്തുകൾ സംഭവിക്കാം, ഞാൻ ചിലപ്പോൾ അതിൽ കുടുങ്ങിപ്പോകാം. അപ്പൊ ചിലതൊക്കെ വിഘ്നങ്ങൾ വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മളെ രക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ ഗുരു നമ്മളെ രക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രേഷ്ഠ കർമ്മം നമ്മളെ രക്ഷിക്കുന്നതാണ്. നമുക്ക് ചില തടസ്സങ്ങളുണ്ട്. അപ്പൊ തടസ്സങ്ങൾ കണ്ട് നമ്മൾ വിഷമിക്കരുത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് നമ്മുടെ മനസ്സും ബുദ്ധി സംസ്കാരം, അല്ലെങ്കിൽ ഇതെപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഇത് നല്ലതാക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് നമുക്ക് എത്രത്തോളം സഹനശക്തിയുണ്ട്, എത്രത്തോളം ക്ഷമിക്കാനുള്ള കഴിവുണ്ട്, എത്രത്തോളം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ പരീക്ഷകൾ വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ പലതും പഠിപ്പിച്ച് ക്ലിയർ ആക്കി തരാൻ. അപ്പൊ നമ്മൾ നമ്മളെ മാറ്റാൻ തുടങ്ങും. മാറുമ്പോൾ എന്ത് സംഭവിക്കും? ജീവിതത്തിൽ നല്ലത് സംഭവിക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തടസ്സം വരുന്നുണ്ടെങ്കിലും വിഷമിക്കരുത്. ആണ് നമ്മൾ കുന്തി ദേവിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കൃഷ്ണനോട് പറയുന്നുണ്ടല്ലേ, കൃഷ്ണ എനിക്ക് ദുഃഖം മതി, പ്രയാസം മതി, സുഖം വേണ്ട. കാരണം എന്താണ്? സുഖം ഒത്തിരി കിട്ടാൻ തുടങ്ങി ഞാൻ നിന്നെ മറന്നു പോകും. അപ്പൊ വലിയ കാര്യമാണ്. കാരണം നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത് എപ്പോഴായിരിക്കും? നമുക്ക് സ്വയം വളരെ വില കൊടുക്കുന്നതൊക്കെ എപ്പോഴാണ്? നമ്മൾ വളരെ സ്നേഹിച്ച വ്യക്തി നമ്മളെ ചതിച്ചു, വിശ്വാസവഞ്ചന കാണിച്ചു, അല്ലെ, ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോഴാണ് നമ്മൾ ആരെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്? നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്, അല്ലെ, എനിക്ക് ആരുണ്ട്, അല്ലെ. അപ്പോഴാണ് നമ്മളെ സ്ട്രോങ് ആക്കണം, അല്ലെ, ദൈവത്തിലേക്ക് മനസ്സ് വെക്കണം. ദൈവമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, പരമാത്മാവാണ് എന്ന് മനസ്സ് പോയത്. അതാണ് അറിവുള്ളവർ അങ്ങനെ ചിന്തിക്കും, അല്ലെ. എനിക്ക് ദുഃഖം മതി, ഇല്ല ഞാൻ കുടുങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? നിന്നെ മറന്നു പോയാലോ, ഇല്ല ഞാൻ ആത്മാവാണെന്നൊക്കെ മറന്നു പോയിട്ട് വീണ്ടും ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയാലോ. അപ്പൊ ലഹരികളൊന്നും വേണ്ട, ഈ ഭൂമിയിലെ വസ്തു വ്യക്തി പദാർത്ഥം ഒന്നും വേണ്ട. എനിക്ക് സത്യം മതി. എനിക്ക് എന്നെ സ്ട്രോങ് ആക്കണം, എനിക്ക് ദൈവത്തിന്റെ കൂടെ നിൽക്കണം. അതാണ് സൂർദാസിന് കാഴ്ചശക്തി കിട്ടും. ആരും കാഴ്ചയില്ലെന്നോ ദൈവം കാഴ്ചശക്തി കൊടുക്കും. അപ്പൊ കാഴ്ചശക്തി കിട്ടിക്കഴിയുമ്പോൾ എന്താണ്? അത് ഇതൊക്കെ കാണാൻ തുടങ്ങി. അപ്പൊ മനസ്സലയുന്നു, ദൈവത്തിനെ ഓർമ്മിക്കുന്നത് കുറഞ്ഞു. ഇപ്പൊ ഭയങ്കര വിഷമമായി പുള്ളിക്കാരൻ. അപ്പൊ വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, ദൈവമേ നീ ഈ കാഴ്ചശക്തി തിരിച്ചെടുക്കുക, എനിക്ക് ഈ കാഴ്ചശക്തി വേണ്ട, എനിക്ക് എപ്പോഴും നിന്നെ ഓർമ്മിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ജീവിതത്തില് പ്രശ്നങ്ങൾ